UDF കോതമംഗലം ഈസ്റ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിങ്കളാഴ്ച നടന്നു. വൈകിട്ട് ലയൺസ് ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ. UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന് വിജയാശംസകൾ നേർന്ന് നിരവധി നേതാക്കളും പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു. UDF കോതമംഗലം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി 14 മണ്ഡലങ്ങളിൽ നടത്തിയ കൺവെൻഷനുകൾ പൂർത്തിയായി. UDF കോതമംഗലം ഈസ്റ്റ് മണ്ഡലം കൺവെൻഷൻ KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോതമംഗലം നിയോജകമണ്ഡലത്തില് 8 പഞ്ചായത്തും അതുപോലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതിലെ 5 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇപ്രാവശ്യം വ്യത്യസ്തമായ രീതിയിൽ ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് റെപ്രസെന്റേഷനും എല്ലാം തന്നെ കോൺഗ്രസിന്റെയോ UDFിന്റെയോ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 മാസം മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി ജനപങ്കാളിത്തവും ജനങ്ങളോടുള്ള അടുപ്പവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് തന്നെയുമല്ല, നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളോട് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ 10 വർഷത്തെ ഭരണം ഈ കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിലെല്ലാം പുറമെ നമ്മളെ വെല്ലുവിളിയായിട്ടൊരു കാര്യം ചെയ്തിരിക്കുന്നത്, സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം അല്ലെങ്കിൽ ഒരു 10-40 ദിവസമെങ്കിലും ആ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് ഉണ്ടാകാറുണ്ട്. അതിപ്രാവശ്യം ഒരു 25 ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണെങ്കിൽ തന്നെയും അവരുടെ ആശയങ്ങളും കാര്യങ്ങളും ജനങ്ങളിൽ എത്തിക്കാനുള്ള സമയം കൊടുക്കാത്ത രീതിയിൽ തന്നെ ഈ ഇലക്ഷൻ നടത്തിവിടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ആൾക്കാരെ കാണാനുള്ള സമയം പോലും കിട്ടാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു കേന്ദ്രത്തിനും അതിന് ഓശാന പാടുന്ന കേരളത്തിലെ സർക്കാരിനും ഉണ്ടായിരുന്നു. കീരമ്പാറ മണ്ഡലം കൺവെൻഷൻ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷമീർ പനക്കൽ, വടാട്ടുപാറ മണ്ഡലം കൺവെൻഷൻ ഇലക്ഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ KP ബാബു എന്നിവരും ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം, UDF കൺവീനർ ബോബൻ ജേക്കബ്, ഇബ്രാഹിം കവലയിൽ, അബു മൊയ്തീൻ, MS എൽദോസ്, ഭാനുമതി രാജു, പ്രിൻസ് വർക്കി, മാത്യു ജോസഫ്, NC ചെറിയാൻ, PK മൊയ്തു, AT പൗലോസ്, AC രാജശേഖരൻ, PC ജോർജ്, ജോമി തെക്കേക്കര, എൽദോസ് കീച്ചേരി, ബിനു ചെറിയാൻ, സണ്ണി വർഗീസ്, VV കുര്യൻ തുടങ്ങിയ നേതാക്കൾ വിവിധ യോഗങ്ങളിൽ സംസാരിച്ചു. നമ്മളിന്ന് മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ എല്ലാവരുടെയും വലിയ പങ്കാളിത്തത്തോടു കൂടി ഇന്നിവിടെ നടത്തുകയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ഈ മണ്ഡലത്തിൽ നമ്മൾ ഔദ്യോഗികമായി ഇന്ന് തുടക്കം കുറിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയും വലിയ സഹകരണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകമായി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അഭ്യർത്ഥിക്കുകയും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ യാതൊരു സംശയവും വേണ്ട, നമുക്ക് കൈവിട്ടു പോയ ഈ നിയോജക മണ്ഡലം നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ജനങ്ങളുടെ വലിയ പിന്തുണ, ജനങ്ങളുടെ വലിയ സഹകരണം നമുക്കുണ്ട്. ഇന്നലെയും ഇന്നുമായി നമ്മൾ നിരവധി ഭവനങ്ങൾ സന്ദർശിച്ചു. ഈ വീടുകളിൽ പോയ പ്രിയപ്പെട്ട എല്ലാവരും എടുത്തു പറഞ്ഞ കാര്യം, ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. ഈ വികസന മുരടിപ്പിന് ഒരു അറുതി വരുത്തുവാൻ പ്രിയപ്പെട്ട ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം അണിനിരക്കുന്നു എന്നുള്ള വലിയ സന്ദേശമാണ് നമുക്ക് ഈ ഭവന സന്ദർശനത്തിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. UDF നിയോജകമണ്ഡലം കൺവെൻഷൻ കലാ ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. ആയിരക്കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.